തിരുവനന്തപുരം നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. മുത്തശ്ശിയുടെ പരാതിയിൽ സർക്കാർ നേരത്തെ എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന് കോടതി ചോദിച്ചു. വനിതാ ശിശുവികസന വകുപ്പിനെ കേസിൽ കക്ഷി ചേർത്തു. സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, അങ്ങേയറ്റം കേരളത്തിന്റെ പൊതുസമൂഹത്തെ നടുക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് 1.5 വയസ്സുകാരനുണ്ടായ ദാരുണമായ പീഡനവും തുടർന്ന് സംഭവിച്ച മരണവും. അതിൽ നേരത്തെ തന്നെ മുത്തശ്ശി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലോ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾ? വനിതാ ശിശു വികസന വകുപ്പിനെ കേസിൽ കക്ഷി ചേർക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ്? ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് നിലവിൽ ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ ഇത്തരം കേസുകൾ, അതായത് ശ്രദ്ധ നേടുന്ന അല്ലെങ്കിൽ ഇത്തരം വലിയ ചർച്ചയാകുന്ന വിഷയങ്ങളിലൊക്കെ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അതിൽ പ്രധാനമായും നിർദ്ദേശിച്ചിട്ടുള്ളത് ഒരു ഓഡിയോ ക്ലിപ്പ് നേരത്തെ നമ്മളടക്കം വാർത്ത നൽകിയതാണ്. ആ കുട്ടിയുടെ മുത്തശ്ശിയുടെ ഓഡിയോ ക്ലിപ്പാണ് അതിൽ പറഞ്ഞിരുന്നത്. ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിളിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് ആ ഓഡിയോ ക്ലിപ്പിലുണ്ടായിരുന്നു. പക്ഷേ അതിൽ കൃത്യമായ ഇടപെടലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അന്ന് ആ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് ആ അമ്മ നമ്മുടെ ചർച്ചയിലടക്കം വ്യക്തമാക്കുകയും ചെയ്തതാണ്. എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നുള്ളത് തന്നെയാണ് കോടതിയും ആ ഓഡിയോ ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഫോൺ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടപടി എടുത്തില്ല എന്ന ചോദ്യമാണ് കോടതി ചോദിക്കുന്നത്. അതിന് പിന്നാലെയാണ് സ്വമേധയാ കേസെടുത്തുള്ളത്. വനിതാ ശിശു വികസന വകുപ്പിനെ കക്ഷി ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ ഒരുപക്ഷെ ഈ വീഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരാമർശം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നേരത്തെ ഈ ഫോൺ അറ്റൻഡ് ചെയ്ത ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. ആ സാഹചര്യങ്ങളടക്കം റിപ്പോർട്ടിൽ വിലയിരുത്തും. ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് മനസ്സിലാക്കുന്നത്. അന്ന് സീൽഡ് കവറിൽ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം. മനുഷ്യ മനസ്സിനെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു ആ 1.5 വയസ്സുകാരൻ്റേത്. അതിലിപ്പോൾ ഹൈക്കോടതിയുടെ വളരെ സുപ്രധാനമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിൽ കൂടി ഈ കേസ് വഴിവെക്കുമെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയിലേക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.